പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമ്മുടെ നാട് വലിയൊരു ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ 1-2 ദിവസമായിട്ട് വെള്ളപ്പൊക്കവും കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ആളുകൾ സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുമുണ്ട്. ഈ ദുരന്തത്തിലൂടെ നമ്മുടെ നാടിനേറ്റ മുറിവുണങ്ങണമെങ്കിൽ കുറേ സമയമെടുക്കും. എന്നാൽ നമ്മളുടെ ഓരോരുത്തരെയും സഹായമുണ്ടെങ്കിൽ, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അതിനായിട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് സർക്കാരിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവനകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ നാടിനൊരു സഹായമാകും. മുമ്പോട്ടുള്ള നമ്മുടെ നാടിൻ്റെ ഉയർച്ചയ്ക്ക് അതൊരു കാരണമാകും. അതിന് ഓരോരുത്തരുടെയും പങ്കാളിത്തമുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നു എങ്ങനെ നമുക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് പേടിഎമ്മിലൂടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് അക്കൗണ്ട് നമ്പരൊന്നും അടിച്ചു കൊടുക്കാതെ നിങ്ങൾക്ക് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവനകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മളുടെ ചാനലിൽ തുടർന്ന് പഴയതുപോലെ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ സംഭവിച്ച ഈ ദുരന്തത്തെയൊക്കെ മറന്ന് എല്ലാവരും അവരവരുടെ ജോലിയിലേക്കും അവരവരുടെ തിരക്കുകളിലേക്കും പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നോക്കിയ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. നോക്കിയ 6.1 പ്ലസ്, അസൂസ് സെൻഫോൺ മാക്സ് പ്രോ, റെഡ്മി നോട്ട് 5 പ്രോ തുടങ്ങിയ ഫോണുകൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഫോണുകളാണ്. അപ്പോൾ നോക്കിയയും ആ ഒരു ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. വിലക്കുറവിൽ കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് ഉള്ളൊരു ഫോണാണ് നോക്കിയ 6.1 പ്ലസ് എന്ന് പറയുന്ന ഫോൺ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ ഇതിൻ്റെ വില 15,999 രൂപയാണ്. ഇത് ഓൺലൈൻ ഷോപ്പുകളിലൂടെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഫ്ലിപ്കാർട്ടിൽ ഇത് എനിക്ക് തോന്നുന്നു അടുത്ത 30-ാം തീയതി അവൈലബിൾ ആവും. ഫ്ലാഷ് സെയിലിലൂടെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും. ഈ ഫോണിൻ്റെ സ്ക്രീൻ സൈസ് 5.8 ഇഞ്ചാണ്. ഫുൾ HD റെസൊല്യൂഷനാണ് ഫോണിലുള്ളത്. 19:9 റേഷ്യോ ഡിസ്പ്ലേ ഈ ഫോണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുന്ന നോച്ച് ഈ നോക്കിയയുടെ ഫോണിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നോച്ച് ഉള്ള ഫോണുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയ 6.1 പ്ലസ് എന്ന് പറയുന്ന ഫോൺ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മൊബൈൽ ഫോണുകളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ. സ്നാപ്ഡ്രാഗൺ 636 ചിപ്സെറ്റ് ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. CPU ഒക്ടാകോർ 1.8 GHz ക്രയോ 260 ആണ്. GPU അഡിനോ 509. ഡ്യുവൽ സിം സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോണാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ സാധിക്കും. 400 GB വരെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഈ നോക്കിയ 6.1 പ്ലസ് എന്ന് പറയുന്ന ഫോണിൽ സാധിക്കും. അതായത് മെമ്മറി കാർഡ് 400 GB വരെ ഇതിൽ ഇട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ഫോണിൻ്റെ 64 GB 4 GB റാം വേരിയൻറ്റും 6 GB റാം വേരിയൻറ്റും അവൈലബിൾ ആണ്. ഇതിൻ്റെ റെയർ ക്യാമറ സെറ്റപ്പ് ഡ്യുവൽ ക്യാമറയാണ്. ഒരു ക്യാമറ 15 മെഗാ പിക്സലിൻ്റെയും മറ്റൊരെണ്ണം 5 മെഗാ പിക്സലിൻ്റെയുമാണ്. അതിനോടൊപ്പം തന്നെ 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും ഈ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കും. 3600 mAh ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ് ഈ ഫോൺ. ക്വിക്ക് ചാർജർ 3 ആണ് ഈ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുക. ഈ റേഞ്ചിലുള്ള മറ്റു ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫോണിൻ്റെ വെയിറ്റ് കുറച്ച് കുറവാണ്. ഇതിൻ്റെ വെയിറ്റ് 151 ഗ്രാം ആണ്. ഞാൻ അസൂസ് സെൻഫോൺ മാക്സ് പ്രോ ഉപയോഗിക്കുന്നുണ്ട്. അസൂസ് സെൻഫോൺ മാക്സ് പ്രോയുടെ വെയിറ്റ് 180 ഗ്രാം ആണ്. ഏകദേശം ഇതേ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് അസൂസ് സെൻഫോൺ മാക്സ് പ്രോ എന്ന് പറയുന്ന ഫോണിൽ. എന്നാൽ വെയിറ്റ് കൂടാനുള്ള ഒരു കാര്യം അസൂസ് സെൻഫോൺ മാക്സ് പ്രോയിൽ ബാറ്ററി കപ്പാസിറ്റി അതിൻ്റെ 5000 mAh ആണ്. ഈ ഫോണിൽ നിങ്ങൾക്ക് ലഭിക്കുക 3060 mAh ബാറ്ററി ആയിരിക്കും. അതിനോടൊപ്പം തന്നെ 4G വോൾട്ടേജ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോണാണ്. ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെയിലാകുന്ന മറ്റ് 2 ഫോണുകളാണ് അസൂസ് സെൻഫോൺ മാക്സ് പ്രോയും റെഡ്മി നോട്ട് 5 പ്രോയും. അപ്പോൾ നോക്കിയ എന്ന് പറയുന്ന ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഫോണായിരിക്കും ഇത്. എനിക്ക് തോന്നുന്നു ഇത് നോക്കിയയുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു തിരിച്ചുവരവാകാൻ സാധ്യതയുള്ള ഒരു ഫോണാണ്. കാരണം വളരെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൈസ് റേഞ്ചും അതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല ഫീച്ചേഴ്സും ഈ ഫോണിൽ നോക്കിയ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അസൂസിൻ്റെ സെൻഫോൺ മാക്സ് പ്രോയും റെഡ്മിയുടെ നോട്ട് 5 പ്രോയും ഒക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരുടെ മുമ്പിൽ അടുത്ത ഒരു ഓപ്ഷനൂടെ ഉണ്ട്, നോക്കിയ 6.1 പ്ലസ്. അപ്പോൾ അടുത്ത ആഴ്ചയോടെ ഈ ഫോൺ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനിയും റെഡ്മി നോട്ട് 5 പ്രോ, അതിനോടൊപ്പം തന്നെ അസൂസ് സെൻഫോൺ മാക്സ് പ്രോ, നോക്കിയ 6.1 പ്ലസ് ഈ 3 ഫോണുകളെ കുറിച്ചുള്ള കൂടുതൽ
വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ 3 ഫോണുകളും കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ അങ്ങനെ ഒരു വീഡിയോ അവിടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരു 15,000 രൂപയുടെ റേഞ്ചിൽ ഒരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ കൺഫ്യൂഷനാണ്. അസൂസ് സെൻഫോൺ മാക്സ് പ്രോ വാങ്ങണോ അല്ലെങ്കിൽ റെഡ്മി നോട്ട് 5 പ്രോ വാങ്ങണോ? അപ്പോൾ ഈ 2 ഫോണുകളുടെ ഇടയിലേക്ക് ഇപ്പോൾ നോക്കിയയുടെ വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പുതിയൊരു ഫോൺ വാങ്ങാനായിട്ട്, അതായത് കുറഞ്ഞ റേറ്റിൽ നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കഴിയുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.